with Rumana. അപ്പോൾ ഇന്ന് ഞങ്ങൾ അബുദാബിയിലുള്ള സോൾട്ട് ലേക്കിലാണ് പോണത്. ഇതിനവിടെ പോവാൻ നമ്മൾ സോൾട്ട് ലേക്കിലാണ് പോണത്. ഇപ്പൊ ഞങ്ങൾ പോണ വഴിയിലാണ്. ഇപ്പോ മഗ്‌രിബ് പെട്ടെന്നാവും, ഒരു 5-5:30 മണിക്കാനാവും, പെട്ടെന്ന് ഇരുട്ടാവും. അപ്പൊ ഇപ്പൊ 4 മണി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോകാൻ പറ്റും അത്ര പെട്ടെന്ന് പോവാണ്. പറ. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടിട്ട് സോൾട്ട് ലേക്കാണ്. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പോൾ ഞങ്ങൾ ലോങ് വീക്കെൻഡാണ്. അങ്ങനെ ലോങ് വീക്കെൻഡിൽ ഒരു ദിവസം മാത്രമേ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. നല്ല തിരക്കാണ് പുറത്ത്. അത് കാരണം കുട്ടികളെ പിടിച്ച് പുറത്തിറങ്ങണ്ട വെച്ചിട്ട് നാഷണൽ ഡേ കഴിഞ്ഞ നെക്സ്റ്റ്, അതായത് തേഴ്സ്ഡേ ആണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ അന്ന് കുറച്ച് തിരക്കുണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. പക്ഷേ നമ്മൾ ഊഹം തെറ്റി. അങ്ങനെ ഞങ്ങളിപ്പോൾ സോൾട്ട് ലേക്കിലാണ് കൊണ്ടിരിക്കുന്നത്. നല്ലൊരു വ്യൂവാണ്. പോകുമ്പോൾ ഒരു ഫാം, ഒരു വില്ലേജ്, അങ്ങനെ ഒരു വ്യൂവാണ്. കുറേ ഫാംസ് ഉണ്ട് ഇവിടെ. കൂടുതൽ ഈത്തപ്പഴം പച്ചക്കറിയാണെന്നാണ് തോന്നുന്നത്. പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ നല്ല കുറച്ച് തിരക്കുണ്ടെന്ന്. കാരണം ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് വണ്ടികളാണ് പോണത്. പക്ഷേ ഇത് എക്സാക്ട്ലി ഒരു ഡെസേർട്ടാണ്. അവിടെ ഡെസേർട്ടിന് നടുവിലൊരു ലേക്കാണെന്ന് തോന്നി പോകുമ്പോൾ. ഇത് ടൂറിസമിൻ്റെ ഒരു ഭാഗം ആക്കിയിട്ടില്ല എന്ന് മനസ്സിലായി ഞങ്ങൾക്ക് പോകുമ്പോൾ തന്നെ. കാരണം പ്രോപ്പറായിട്ട് റോഡോ കാര്യങ്ങളോ ലൊക്കേഷൻ ബോർഡോ ഒന്നുമില്ല. ഇത് ആൾക്കാരൊക്കെ കൂടി ഒരു ലേക്ക് കണ്ടുപിടിച്ചതാണെന്നാണ് തോന്നുന്നത്. പോകുമ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട്. വെരി ക്രൗഡല്ല, എന്നാലും ആൾക്കാരുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചുകൂടി ഡെസേർട്ട്, ഇതിനേക്കാൾ പൊങ്ങിയിട്ട് ഡെസേർട്ടാണ് മുകളിൽ. അപ്പോൾ അവിടെ ഫുൾ ആൾക്കാർ ഡ്യൂൺ ബാഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഫുള്ള് വേസ്റ്റാണ്. വേസ്റ്റ് പറഞ്ഞാൽ എന്താ പറയുക, ഒരു വൃത്തിയില്ല. കുട്ടികൾ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് താഴത്ത് ഇറങ്ങാനും പോലും തോന്നിയില്ല. ഒന്ന് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെയൊന്നും പറ്റണില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ടൂറിസമിൻ്റെ ഒരു ഭാഗം ആക്കിയിട്ടില്ല. അതുകൊണ്ട് മെയിൻ്റെനൻസ് ഒന്നുമില്ല. വന്നിട്ട് ജസ്റ്റ് ഒന്ന്, നല്ല ക്ലൈമറ്റൊക്കെ ഉണ്ട്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഇരിക്കാനൊന്നും തോന്നിയില്ല. കുട്ടികളല്ലേ, കുട്ടികൾ അവിടെ തൊടും ഒക്കെയാണ്. മണലാണെങ്കിലും വൃത്തിയില്ല മണലും കാര്യങ്ങളൊന്നും ഇല്ല. കുറേ ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ബാച്ചിലേഴ്സും കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ വത്വയിലേക്ക് പോകുമെന്ന് വിചാരിക്കുകയാണ്. അവിടെ ഇനി തിരക്കാണോന്നറിയില്ല. അവിടെ തിരക്കായിട്ടൊക്കെ ഇവിടെ വന്നതാണോന്നറിയില്ല. ആൾക്കാർ കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. ഫുള്ള് വേസ്റ്റാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വത്വയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കാണാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അവിടെ ക്ലീൻ ഉണ്ട്, പക്ഷെ പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. ചിലപ്പോൾ തിരക്കുണ്ടാവും, ചെറിയ സ്പേസ് അല്ല. ഈ സോൾട്ട് ലേക്ക് ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ആദ്യത്തെ ട്രൈ പാളിയാലും നല്ല എട്ടിലേക്ക് പൊട്ടിന്ന് വരുന്ന പോലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയി. എന്നാലും വിഷമമൊന്നും ആയില്ല, അടുത്തല്ലേ, കുറേ ഓടിയിട്ടില്ല. പിന്നെ അതുപോലെയാണ് നമ്മൾ വത്ബ പാർക്കും നമുക്ക് അടുത്താണ്. അവിടെ വരുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അതായത് സ്റ്റേബിൾ ഉള്ള ഒരു ഏരിയകളായിരുന്നു. സ്റ്റേബിൾ ഏരിയ ആയതുകൊണ്ട് ഹോഴ്സ് റൈഡിങ് ട്രെയിനിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അപ്പോൾ കുറേ കുട്ടികളിങ്ങനെ ഓടിച്ച് വരണുണ്ട്, ചില ആൾക്കാരിങ്ങനെ ഓടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഡെസേർട്ടിൽ കൂടിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് വേ ഉണ്ട്, പക്ഷേ ഞങ്ങൾ അവിടെ സോൾട്ട് ലേക്ക് പോയ കൊണ്ട് ഈ വഴി പിടിച്ചിട്ടാണ് വന്നത്. ഈ സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വത്ബ ലേക്കിലെത്തി. പക്ഷേ നോ രക്ഷ. എന്താ പറയാ, ആൾക്കാരെ കൊണ്ടൊരു നേർച്ചക്ക് പോയ പോലെ, അത് പൂരപ്പറമ്പ് പോയ പോലുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സൈഡ് പോയില്ല. ഈ ഡെസേർട്ട് സൈഡ്, മണലുള്ള സൈഡിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ മഗ്‌രിബൊക്കെ ആകുമ്പോൾ കുറച്ച് ആൾക്കാർ പോവുമായിരിക്കും. അതുപോലെ കുറേ സ്റ്റോളും കുറേ എന്താ പറയുക ഫുഡ് ട്രക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 ആഴ്ച മുമ്പ് വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, ആൾക്കാരേ ഇല്ലായിരുന്നു. പക്ഷെ നല്ല മാറ്റമുണ്ട്. അബുദാബിക്കാർക്ക് എവിടേക്കും പോയില്ലാത്ത കൊണ്ട് എല്ലാവരും ഇവിടെ വന്നിക്കണമെന്ന് തോന്നുന്നുണ്ട്. മോനിക്ക് മോളിൽ കയറണം പറഞ്ഞിട്ട് കയറുന്നുണ്ട്. മണലൊക്കെ മേലെ കയറി ചൊറിയുന്നുണ്ട്, പറയുന്നുണ്ട്.
നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ കുറേ കറങ്ങും, കുറേ സ്ഥലത്ത് പോകുന്നല്ലോ പ്ലാനിലായിരുന്നല്ലേ ഞാൻ വന്നത്. ഒന്നാമത്തെ ഡെസ്റ്റിനേഷനും രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ പൊട്ടിയ സങ്കടം കൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന പിസ്സയാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഞാൻ പിസ്സ ഈവനിങ് സ്നാക്കായിട്ടും രാത്രിത്തേക്ക് അൽഫാമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഇന്ന് അൽഫാമൊക്കെ വീട്ടിൽ പോയി കഴിക്കേണ്ടി വരും. കാരണം അബുദാബി മൊത്തം വീട്ടിലാളില്ലാന്നാണ് തോന്നുന്നത്. ഫുള്ള് ആൾക്കാർ പുറത്താണ്. അതിൽ ഒട്ടുമിക്ക ആൾക്കാർ വത്വ ലേക്കിലാണെന്നാണ് തോന്നുന്നത്. കാരണം ലേക്ക് സൈഡ് പോകാൻ പറ്റില്ല. പോകാൻ ചിലപ്പോൾ റഷ് ചെയ്തിട്ട് ഇങ്ങനെ പോവാം. പക്ഷേ വെറുതെ റിസ്ക് എടുക്കേണ്ട, കുട്ടികളുള്ളതല്ലേ. എന്തെങ്കിലും കോവിഡിൻ്റെ ആർക്കെങ്കിലും ഒന്നിനുണ്ടായി ഈ ആൾക്കാർക്കൊക്കെ പെടൂലേ. അതുകൊണ്ട് ഞങ്ങൾ അത്ര വലിയ റിസ്ക് ഒന്നും എടുത്തില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം കഴിച്ചു. കാരണം ഞാനിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കാര്യമായിട്ടൊന്നും ചെയ്തില്ലായിരുന്നു. ഈ പ്രിപ്പറേഷനൊക്കെ ഉള്ളത് കൊണ്ട് എന്താ പറയുക, ചെറുതായിട്ട് ഫുഡ് കഴിച്ചതായിരുന്നു. അപ്പോൾ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മോനക്ക് പിന്നെ മണൽ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ വത്വ ലേക്കിൽ ഇപ്പോൾ തിരക്കുള്ളത് വലിയ വിഷമം തോന്നിയില്ല. കാരണം ഞങ്ങൾ 1 വീക്ക് മുമ്പേ ഒന്ന് വന്നതായിരുന്നു. കാരണം ഈ വീക്കെൻഡിൽ നല്ല തിരക്കാണെന്ന് നമുക്ക് അറിയാമല്ലോ. പൊതുവെ അബുദാബിക്കാർക്ക് ദുബായിക്കൊന്നും പോകാൻ പറ്റാത്ത കൊണ്ട് നമുക്കറിയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഈ വീക്കല്ല, ഇപ്പോൾ വന്നതല്ല, ലാസ്റ്റ് വീക്ക് വന്ന കുറച്ച് വ്യൂസാണ്. അത് എടുത്ത് വെച്ചത് കൊണ്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റി. ഇത് നല്ലൊരു ലേക്കാണ്. നമ്മളെ അൽഖുദ്ര ലവ് ലേക്ക് പോലെയുള്ള ഒരു ലേക്ക്, പക്ഷെ അത്ര വലുതല്ല, കുറച്ച് ചെറിയ ലേക്കാണ്. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ ഒരു 5:30, 6 o'clock തന്നെ ഇത് ഇരുട്ടാവും. പിന്നെ ലൈറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഒരു കുറച്ച് 3 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ സമയത്തൊക്കെ നമുക്ക് വരണം. എന്നാലേ എന്തായാലും വീവ് കിട്ടുള്ളൂ. വൈകിപ്പോയാൽ പിന്നെ ഒന്നും കാര്യമായിട്ട് കിട്ടൂല. വരുന്നവർ വീക്കെൻഡിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. വ്യാഴാഴ്ച വലിയ കുഴപ്പമുണ്ടാവില്ല. വ്യാഴാഴ്ച ഒരു 3:30, 4 o'clock വരികയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ വർക്കിംഗ് ഉള്ളവർക്ക് അത് വരാൻ പറ്റില്ല. ബട്ട് നമുക്ക് വർക്ക് അറ്റ് ഹോം ആയതുകൊണ്ട് 3:30 ഒക്കെ ആകുമ്പോൾ വരാം. അങ്ങനെയുള്ളവർ പറ്റുന്നവർ ഫ്രൈഡേ പുറത്തിറങ്ങാതിരിക്കുക. ഞങ്ങളതാ ചെയ്യുന്നത്. ഫ്രൈഡേ എവിടേക്കും പോവില്ല. തേഴ്സ്ഡേ ഞങ്ങൾ പുറത്തിറങ്ങും. അപ്പോൾ പിന്നെ കാര്യമായിട്ട് ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ ഇവിടെ ലേക്കിൽ കുറേ മീനുണ്ട്, ഒരുപാട് മീനുണ്ട്. അപ്പോൾ കാര്യമായിട്ട് ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, റിലാക്സേഷൻ ആയിരുന്നു. പിന്നെ കുട്ടികൾക്ക് പൊതുവെ വെള്ളം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലോ. ഇത് മോന് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് മീനക്ക് വെള്ളം കുടിക്കാനാണെന്നാണ് പറയണത്. വെള്ളത്തിലുള്ള മീനക്ക് വെള്ളം കൊടുക്കുകയാണ് പരിപാടി. ഇവിടെ കൂടുതൽ ലോക്കൽസ് ഫാമിലി ആയിരുന്നു ഞങ്ങളന്ന് പോകുമ്പോൾ. പിന്നെ കുട്ടികൾ ഡ്രസ്സൊക്കെ ഊരി വെള്ളത്തിലിറങ്ങി. അടുത്ത് തന്നെയാണ്, ഹസ്ബൻഡ് അടുത്ത് തന്നെ നിന്നിട്ടാണ് അവരെ വിട്ടത്. ചെറിയ ആൾക്ക് മുകളിൽ വരാൻ ഒട്ടും താല്പര്യമില്ല, ഭയങ്കര കലിയാണ്. അതുപോലെ ഒരുപാട് ലോക്കൽസ് കുട്ടികളും ഫാമിലിയും, അതുപോലെ നല്ലൊരു ഈവനിങ് ആയി വരുമ്പോൾ നല്ലൊരു വ്യൂസും നല്ലൊരു ആംബിയൻസ് ആവും. അങ്ങനെ ലോക്കൽസ് എന്താ ലേഡീസ് ഫുള്ളും സ്റ്റേറ്റസ് ഇടാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അവർ പിന്നെ വരുമ്പോൾ കുറേ ഫുഡും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഒരു സ്നാക്സ് ആയിട്ടായിരുന്നു വരുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഫുഡ് കരുതുക. ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോഴ്സ് റൈഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സ്റ്റേബിളിൻ്റെ കുട്ടികൾ പഠിക്കാൻ വരുന്നതാവും. നല്ലൊരു ഹാങ് ഔട്ട് ചെയ്യാനുള്ളൊരു പ്ലേസാണ്. ഈവനിങ്, നൈറ്റ് അങ്ങനെ പറ്റൂല എന്ന് തോന്നുന്നുണ്ട്. ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മളടുത്ത ലൈറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സൺസെറ്റൊക്കെ നല്ല രസമാണ് കാണാൻ ഇവിടുന്ന്. ഇത് ഞാൻ 2-3 ദിവസം പോയ വീഡിയോ ഒന്നാക്കിയതാണ്. കാരണം നമുക്ക് ഈ വീക്കെൻഡിൽ അങ്ങനെ കാര്യമായിട്ട് എവിടെയും പോകാനും കാണിക്കാനും ഒന്നും പറ്റിയില്ല. അങ്ങനെ വേറൊരു ദിവസം നമ്മൾ ഷെയ്ഖ് സയദ് ഹെറിറ്റേജ് വില്ലേജ് പോയിരുന്നു. ഹെറിറ്റേജ് വില്ലേജ് പറഞ്ഞാൽ ഒരു അബുദാബിയിലെ ഫെസ്റ്റിവലാണ്. അതായത് നമ്മൾ ഗ്ലോബൽ വില്ലേജ് പോലെയുള്ള ഒരു ഫെസ്റ്റിവൽ.
അത് ഗ്ലോബൽ വില്ലേജ് പോലെ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല, അത്ര വലുതല്ല. എന്നാലും സംഹൗ ഗ്ലോബൽ വില്ലേജിൻ്റെ മെമ്മറി ആയിട്ട് നമ്മൾ കൊണ്ടെടുക്കാം, അത്രേ ഉള്ളൂ. ബട്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ഞങ്ങൾ വത്ബയിൽ താമസിക്കുമ്പോൾ അവിടുന്ന് ഒരു 5 മിനിറ്റ് റൈഡ് ഉണ്ടോ എന്നൊരു സംശയം, അത്രേ ഉള്ളൂ. റോഡിൽ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മളതൊരു 6:30 ഒക്കെ ആ സമയത്താണ് പോയത്. പറഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നടക്കുമ്പം അവിടുന്ന് ലേസർ ഷോ ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾ വീട്ടിലേക്ക് പുറത്ത് നിന്നാൽ അതിൻ്റെ ലൈറ്റ്സൊക്കെ കാണാം. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും പോകണം എന്നുള്ളതായപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങി. പോകാനൊരു പേടിയുണ്ടായിരുന്നു, കുറേ റഷ് ഉണ്ടാവുമോ വെച്ചിട്ട്. പിന്നെ നാഷണൽ ഡേൻ്റെ തിരക്കൊക്കെ പോകണ്ട വെച്ചിട്ട് 1 വീക്ക് മുമ്പേ ഞങ്ങൾ പോയതാണ്. പിന്നെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കാൻ കുറച്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റിക്ഷ ഉണ്ട് ഇവിടെ. നടക്കാൻ പറ്റാത്തവർക്ക് per person 5 dirhams ആയിട്ട് നമ്മളവിടെ ഒരു എൻട്രൻസ് വരെ ആണെന്ന് തോന്നുന്നു. ഉള്ളിൽ റിക്ഷ ഒന്നുമില്ല, എൻട്രൻസ് വരെ എത്തിക്കും. ഇതിനൊരു 5 dirhams ടിക്കറ്റേ ഉള്ളൂ. ലാസ്റ്റ് ഇയർ ഒന്നും ഇതിന് ഇല്ല, ഫ്രീ ആയിരുന്നു, ഫ്രീ എൻട്രി ആയിരുന്നു. ബട്ട് ഈ ഇയർ 5 dirhams ടിക്കറ്റ് തന്നു. ഞാൻ 100 dirhams കൊടുത്തപ്പോൾ ആൾ ഫുള്ളും എനിക്ക് 5 dirhams ചേഞ്ചാണ് തന്നത്. നമ്മൾ മൂന്ന് പേർക്ക് ടിക്കറ്റ് ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് ഹസ്ബൻഡിക്ക് ബ്രദർക്ക്. കുട്ടികൾക്കില്ല, 5 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്കും തോന്നുന്നുണ്ട്. കൂടുതൽ ലോക്കൽസാണ് ഉള്ളത്. പിന്നെ ഇവിടെ ലേഡീസ് വേറെ എൻട്രൻസും ജെൻസ് വേറെ എൻട്രൻസാണ്. ഒരു സ്ക്രീനിങ് ഉണ്ട്. നമ്മളെ കയ്യിൽ അങ്ങനെ വേണ്ടത് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെടുത്ത് വെക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബാഗ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സെക്യൂരിറ്റി ചെക്ക് പോലെ ഒരു ചെക്കിങ് ഉണ്ട്. ഈ ഏരിയ ഉള്ളത് നല്ല പരമ്പരാഗത രീതിയിലുള്ളൊരു ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു സ്പേസ് ഉണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ 1 വീക്ക് മുമ്പ് പോയത് കൊണ്ട് നല്ല സ്പേസസ് ആയി കാണാൻ പറ്റി. പക്ഷേ ഈ വീക്ക് പോയവർക്കൊന്നും കാണാൻ പറ്റില്ല, കുറേ ആൾക്കാരെ കാണാൻ പറ്റിയെന്നല്ലാതെ. ഇത് എൻട്രൻസിൽ തന്നെ വലിയൊരു സ്പേസാണ് ഒഴിഞ്ഞിട്ട്. അതിന് ശേഷം നമുക്ക് നല്ല ലൈറ്റ്സും കാര്യങ്ങളുമായിട്ട് എല്ലാ പവിലിയൻസും ഉണ്ട്. പക്ഷെ കാര്യമായിട്ട് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നുണ്ട് കോവിഡ് ആയിട്ട് ആരും വന്നിട്ടില്ല, അങ്ങനെ ആകും. പക്ഷെ കൂടുതലായിട്ട് സൗദിയിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു സാധനങ്ങളും ഇല്ല. ലേഡീസ് ഡ്രസ്സും അബായാസും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നതാണ്. ഗ്ലോബൽ വില്ലേജ് പോകുമ്പോൾ നമുക്കവിടെ ഒരുപാട് ഓരോരോ കൺട്രീൻ്റെ എന്താ പറയുക, അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കുറേ കാണാം. ഇവിടെ അങ്ങനൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നുണ്ട് ഈ ഇയർ ഇങ്ങനെ ആയതുകൊണ്ടാകും. പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ളത് യമനിൽ വരുമ്പോൾ അവർ എന്താ പറയുക, ഒറിജിനൽ തേനും അവരെ സ്പൈസസും അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഇത് കാണാം, ഒറിജിനൽ തേനാണ്. അതുപോലെ അവരെ സ്പൈസസ് ആണ് കാര്യമായിട്ട് ഇവിടെ അങ്ങനെ ഷോപ്പ്, കാര്യമായിട്ടൊരു ഷോപ്പ് ഞാൻ ഇതാ കണ്ടത്. ബാക്കി ഇങ്ങനെ ലേഡീസ് വെയറും അബായ അങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇത് ഞങ്ങൾ പോയത് പിന്നെ സ്റ്റാർട്ടിങ് ഡേ ആണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറേ ഷോപ്സ് വന്നിട്ടുണ്ടോ അറിയില്ല. പിന്നെ ഇവിടെ ഉള്ളത് എല്ലാ അരമണിക്കൂർ ഇടവിട്ട് ഒരു ലേസർ ഫൗണ്ടെയിൻ ആണ്. നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പത്തിലാണുള്ളത്. നല്ല അറബിക് മ്യൂസിക്കൊക്കെ ഇട്ട് കുട്ടികളൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ചെറിയൊരു ഫാം അങ്ങനെയുള്ള ഒരു സീനറി ഉണ്ട്. അതിൽ ആടും കുറേ ഫാമിങ്ങും വിൽക്കുന്നുണ്ട് ചെടികളൊക്കെ കേട്ടോ. അതിനുശേഷം ഒരു 9 മണി കറക്റ്റാകുമ്പോൾ നല്ല ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. പവിലിയനിലും ഡാൻസും കാര്യങ്ങളും ഒരു സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജിൽ ഓരോരോ കൺട്രീൻ്റെ പരമ്പരാഗത രീതിയിലുള്ള ഡാൻസും മ്യൂസിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത കൊണ്ട് ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റി.
കുഴപ്പമില്ല, വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഷോപ്പ് ചെയ്യാനുള്ളതായിട്ടൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കറങ്ങിയിട്ട് അത്യാവശ്യം സ്ഥലമുണ്ട്, അത്യാവശ്യം ഏരിയ ഉണ്ട്, പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും കിയോസ്കും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ, പിന്നെ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് ഞങ്ങൾ പോയാൽ കൗതുകമായിട്ട് നമ്മൾ കാണാത്ത ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ടാവും, അങ്ങനെയൊന്നുമില്ല. ഒന്നുകൂടി ഇത് ഫിനിഷ് ചെയ്യുന്ന മുമ്പ് ഒന്ന് പോയി നോക്കണം എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പം ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.